ഇൻഫോ മീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇപ്പോൾ ഒരേ ഒരു ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. PM കിസാൻ 23-ാം ഗഡു എപ്പോൾ വരും? അക്കൗണ്ടിൽ 2000 രൂപ എത്തുന്ന ദിവസം അടുത്തോ? സർക്കാർ ഇതിനകം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയോ? മുൻഗഡുക്കളുടെ ചരിത്രം എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ 23-ാം ഗഡു വൈകുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഓരോ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻസ് കൂടെ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ DBT ട്രാൻസ്ഫർ പദ്ധതിയാണ്. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതികളിൽ ഒന്നാണ്. 2019 ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് കോടിക്കണക്കിന് കർഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിവർഷം 6000 രൂപയാണ് ഈ സ്കീമിലൂടെ എല്ലാ കർഷകർക്കും എത്തുന്നത്. ഇത് 3 തുല്യ ഗഡുക്കളായി ലഭിക്കുന്നു. ഓരോ ഗഡുവിലും 2000 രൂപ വീതമാണ് അക്കൗണ്ടിലേക്ക് DBT മുഖേന എത്തുക. പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആണ് എത്തുക. ഇടനിലക്കാരില്ല, ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതുമില്ല. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെലവുകൾ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വിത്തുകൾ വാങ്ങണം, വളം വാങ്ങണം, കീടനാശിനികൾ വാങ്ങണം, യന്ത്രങ്ങളുടെ വാടക നൽകണം, കാലാവസ്ഥ വെല്ലുവിളികൾ നേരിടണം, അതുപോലെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ PM കിസാൻ പദ്ധതിയുടെ ലഭിക്കുന്ന തുക വലിയ ആശ്വാസമാണ്. തുക വലിയതല്ലെങ്കിലും സമയത്ത് ലഭിക്കുന്ന കർഷകർക്ക് ഇത് വളരെ അധികം സഹായകരമാണ്. പദ്ധതി ആരംഭിച്ചതിന് ശേഷം നിരവധി ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഓരോ ഗഡുവും വിതരണം ചെയ്യുന്ന സമയത്ത് കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് 23-ാം ഗഡുവിനെയാണ്. അതുകൊണ്ട് രാജ്യത്താകമാനം വലിയ പ്രതീക്ഷയാണ് ഈ ഗഡുവിൽ നിലനിൽക്കുന്നത്. PM കിസാൻ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത അത് ഒരു DBT സംവിധാനം എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സർക്കാരിൽ നിന്ന് നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്നു. ഇതുവഴി അഴിമതി കുറയുന്നു. തുക സമയബന്ധിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നു. കേരളത്തിലും നിരവധി കർഷകർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. പ്രത്യേകിച്ച് ചെറിയ കർഷകരും കുടുംബ കർഷകരും ഈ പദ്ധതിയിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 23-ാം ഗഡുവിന്റെ തീയതി സംബന്ധിച്ച് വലിയ ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ചിലർ തീയതി പറയുന്നു, മറ്റു ചിലർ തീയതിയും എല്ലാം പറയുന്നു. അതായത് പണം കൂടുതലാണ്, 4000 രൂപ ലഭിക്കുന്നുള്ളതെല്ലാം. ചിലർ പണം അനുവദിച്ചെന്ന് പറയുന്നു, ചിലർ പണം അക്കൗണ്ടിൽ എത്തിയെന്നും പറയുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കുമ്പോൾ ജാഗ്രത വേണം. എന്തുകൊണ്ട് ഇത്രയും പേർ 23-ാം ഗഡു കാത്തിരിക്കുന്നു എന്ന് നോക്കാം. കാരണം പല കർഷകരും അവിടുത്തെ കൃഷി സീസണായിട്ടുള്ള അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ്. ചിലർ മഴക്കാല കൃഷിക്ക് തയ്യാറെടുക്കുന്നു, ചിലർ വിളവെടുപ്പിന് ശേഷം പുതിയ കൃഷി ആലോചിക്കുന്നു. ഇത്തരം സമയത്ത് ലഭിക്കുന്ന സാമ്പത്തിക സഹായം വലിയ പ്രത്യേകതയുള്ള ഒന്നാണ്. ഇന്ധനവില വർധനവ്, വളങ്ങളുടെ വില, തൊഴിലാളി ചെലവ്, കാലാവസ്ഥാ മാറ്റങ്ങൾ, ഇവയെല്ലാം കർഷകരെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് സർക്കാർ സഹായ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ ഗഡു വിതരണം പരിശോധിക്കുമ്പോൾ ഒരു നിശ്ചിത ഇടവേള പാലിച്ചാണ് സാധാരണയായി പണം വിതരണം ചെയ്തിട്ടുള്ളത്. അതിനാലാണ് 23-ാം ഗഡുവും ഉടൻ എത്തുമെന്ന പ്രതീക്ഷ ശക്തമാവുന്നത്. എന്നാൽ അന്തിമ തീരുമാനവും ഔദ്യോഗിക പ്രഖ്യാപനവും കേന്ദ്ര സർക്കാരിൽ നിന്നായിരിക്കണം വരിക. PM കിസാൻ പോർട്ടൽ പരിശോധിക്കുന്നു, ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നോക്കുന്നു, ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നു, KYC പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. ഇതെല്ലാം നല്ല കാര്യമാണ്. കാരണം ഗഡു വിതരണം പ്രഖ്യാപിക്കുമ്പോൾ വിവരങ്ങൾ കൃത്യമായിരിക്കണം. പ്രധാനമായും നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കണം. അതിലും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. KYC പൂർത്തിയാക്കിയിരിക്കണം, നിർബന്ധമാണ്. നിങ്ങൾ PM കിസാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ
നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ തന്നെ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളരെ സിമ്പിളാണ്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കും. ഇതിലെ പുതിയതായി ചെയ്യുന്നവർക്ക് ഇതിലെ അപേക്ഷാ നടപടികൾ വളരെ ലളിതമാണ്. ഇത് ഒരു ജനപ്രിയ പദ്ധതി കൂടിയാണ്. ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതുകൊണ്ടാണ്. ഇത് കർഷകരെ നേരിട്ട് സഹായിക്കുന്നുണ്ട്. ഇവയാണ് പദ്ധതിയുടെ പ്രധാന വിജയ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഒരു ജനപ്രിയ പദ്ധതിയായി മാറിയത്. ഇതിൽ ഭാവിയിൽ കൂടുതൽ മാറ്റം ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ കൂടുതൽ പരിശോധനകളും പരിഷ്കാരങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 23-ാം ഗഡുവിനെ കുറിച്ച് ഇപ്പോൾ രാജ്യത്താകമാനം കർഷകർ തമ്മിൽ ഒരേ ചർച്ചയാണ് നടക്കുന്നത്. എൻ്റെ അക്കൗണ്ടിൽ പണം വരുമോ? കഴിഞ്ഞ ഗഡു കിട്ടിയിരുന്നു, ഇനി കിട്ടുമോ? സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? ഈ KYC ചെയ്തിട്ടുണ്ടെങ്കിലും പണം വരുമോ? ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഉയരുന്നത്. പ്രത്യേകിച്ച് ജൂൺ മാസം ആരംഭിച്ചതോടെ PM കിസാൻ ഗുണഭോക്താക്കൾ പോർട്ടൽ കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് നോക്കുന്നു. ചിലർ SMS വന്നോ എന്ന് പരിശോധിക്കുന്നു. മറ്റു ചിലർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പുതിയ അപ്ഡേറ്റുകൾ അന്വേഷിക്കുകയാണ്. ഇത് സ്വാഭാവികമാണ്. കാരണം ഓരോ ഗഡു വരുമ്പോഴും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ചെറിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഇതിൽ ലഭിക്കുന്നത്. മറ്റു പല പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി അപേക്ഷിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ മെയിനായിട്ട് നമുക്ക് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല, ചെക്കുകളില്ല, ഇടനിലക്കാരില്ല. പണം നേരിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു സ്കീമിലുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയോടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ തീയതികളും ശരിയാവണമെന്നില്ല. ചില വീഡിയോയിൽ ഉറപ്പില്ലാത്ത വിവരങ്ങളാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ ഒരു തീയതിയും അന്തിമമായി വിശ്വസിക്കരുത്. മുൻഗഡുക്കളുടെ വിതരണ രീതിയിലും നിലവിലെ റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ 23-ാം ഗഡുവിന്റെ വിതരണം അടുത്തെത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം കർഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയ ഉടൻ തന്നെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായ തീയതി അറിയിക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഇനി 23-ാം ഗഡു എപ്പോഴാണ്? തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാലും എപ്പോഴായിരിക്കും വരാൻ സാധ്യത എന്നുള്ളത്. നിലവിലെ ലഭിക്കുന്ന വിവരങ്ങളും മുൻഗഡുക്കളുടെ വിതരണ രീതിയും അടിസ്ഥാനമാക്കി നമ്മൾ എപ്പോഴാണ് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉറപ്പ് പറയാനും സാധിക്കില്ല. ജൂൺ മാസത്തിന്റെ 2ാം പകുതിയിലോ അതിനുശേഷമോ ഗഡു വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നുള്ള മാസം വരെ ചില ഗഡുക്കൾ നീണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജൂൺ 18 എന്നുള്ളൊരു തീയതിയും ഔദ്യോഗികമല്ലെങ്കിലും അങ്ങനെ ഒരു തീയതിയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പ് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.